കപ്പിനും ചുണ്ടിനുമിടയിൽ വീണ്ടും പോയി. എല്ലാം നഷ്ടപ്പെട്ട റാഫേൽ തട്ടിലിന് വീണ്ടും നഷ്ടപ്പെട്ടത് ഒരു പാത്രിയാർക്ക് സ്ഥാനമാണ്. സഭയിലെ പ്രശ്നങ്ങൾ എല്ലാം അവസാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി സീറോ മലബാർ സഭ പാത്രികി സ്ഥാനം ആവശ്യപ്പെട്ടു. പക്ഷെ വത്തിക്കാൻ വഴങ്ങിയില്ല. യഥാർത്ഥത്തിൽ സഭയിലെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നാണ് വത്തിക്കാൻ ചൂണ്ടിക്കാട്ടുന്നത്. അത് തന്നെയാണ് യാഥാർത്ഥ്യവും. തന്റെ മുൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പ 2 പ്രാവശ്യം കത്ത് മുഖേനയും 1 പ്രാവശ്യം വിശ്വാസികൾക്ക് വേണ്ടി എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടി വീഡിയോ സന്ദേശം മുഖേനയും ആവശ്യപ്പെട്ട കുർബാന ഏകീകരണം ഇതുവരെ നടപ്പാക്കാതെ വിമത വിഭാഗവുമായി ചേർന്ന് മാർപ്പാപ്പയ്ക്ക് കത്തോലിക്ക സഭയുടെ സവിശേഷമായ അധികാരത്തെ അട്ടിമറിക്കാൻ സീറോ മലബാർ സഭ നേതൃത്വം ശ്രമിച്ചെന്നാണ് പരിശുദ്ധ സിംഹാസനം വത്തിക്കാൻ ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം. അത് ഇരുവരോടും പരിശുദ്ധ സിംഹാസനം മുഖത്ത് നോക്കി പറയുകയും ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുർബാനയിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വചനപീഠം അഥവാ ബെമ്മ ഉണ്ടായിരിക്കണം. ഇത് കത്തോലിക്ക സഭയുടെ പൊതു നിയമമാണ്. എറണാകുളത്ത് അതിൽ വെള്ളം ചേർക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലും അദ്ദേഹത്തിന്റെ സഹവികാരി ആർച്ച് ബിഷപ്പ് പാംപ്ലാനി ശ്രമിച്ചത് വത്തിക്കാൻ ഒരിക്കലും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. എറണാകുളത്ത് എല്ലാ കുർബാനകളിലും ബെമ്മ ഉപയോഗിക്കണമെന്നുള്ള സമവായ സർക്കുലറിലെ നിർദ്ദേശം പോലും നടപ്പാക്കാൻ ശ്രമിക്കാത്തത്, കഴിയാത്തത്, തുനിയാത്തത് എന്തുകൊണ്ടാണെന്ന് പരിശുദ്ധ സിംഹാസനം വത്തിക്കാനിലെ തൊട്ട് താഴെയുള്ള അധികാരികൾ ചോദിക്കുകയും ചെയ്തു. എഴുതിയത് തിരുത്തി, അത് വീണ്ടും തിരുത്തി വിമതർക്ക് അനുകൂലമാക്കി പ്രസിദ്ധീകരിച്ചതെല്ലാം അതെല്ലാം ചെയ്തു കൊടുത്തിട്ടും കത്തോലിക്ക സഭയുടെ കുർബാനയിൽ ബെമ്മ ഉണ്ടായിരിക്കണം, വചനപീഠം ഉണ്ടായിരിക്കണം എന്ന പൊതു നിർദ്ദേശം പോലും നടപ്പാക്കാൻ അതിന് പോലും സാധിക്കാത്ത സഭാ അധ്യക്ഷന് എങ്ങനെ ഈ പാത്രിയാർക്കി സ്ഥാനം കൊടുക്കുമെന്നാണ്, അതുകൊണ്ട് എന്ത് പ്രയോജനം സഭയ്ക്കും മക്കൾക്കും ഉണ്ടാകുമെന്നാണ് വത്തിക്കാൻ ചോദിച്ചത്. വത്തിക്കാൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ സിംഹാസനം മുഖത്ത് നോക്കി ചോദിച്ചത്. സീറോ മലബാർ സഭയ്ക്ക് പാത്രിയാർക്കി സ്ഥാനം ലഭിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതാണ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഈ സ്ഥാനം ലഭിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു വിമത വിഭാഗം എറണാകുളത്തെ പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടുപോയത്, അദ്ദേഹത്തെ കൊണ്ട് രാജിവയ്പ്പിച്ചത്. പാത്രിയാർക്കി സ്ഥാനം ലഭിക്കുക എന്നാൽ കത്തോലിക്ക സഭയിൽ നിന്നും പുറത്തു പോവുകയാണെന്നും ഓർത്തഡോക്സ് സഭയെ മാറുകയാണെന്നുമാണ് അർത്ഥമെന്ന് അന്ന് പ്രചരിപ്പിച്ച ഈ വിമത വിഭാഗം മാർ റാഫേൽ തട്ടിലിന് ഇപ്പോൾ പാത്രിയാർക്കി സ്ഥാനം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അവർ. എന്തിനാണ്? വിരോധാഭാസം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൽപ്പനകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇതാണ് വത്തിക്കാൻ മേജർ ബിഷപ്പിനോടും മൈനർ ബിഷപ്പിനോടും മുഖത്ത് നോക്കി പറയുന്നത്. സിനഡ് തീരുമാനിച്ചത് മാർപ്പാപ്പ അംഗീകരിച്ച് കൽപ്പന പുറപ്പെടുവിച്ചതുമായ ആ കുർബാന ഏകീകരണം നടപ്പിലാക്കാതെ പാത്രിയാർക്കി സ്ഥാനം നൽകാനാകില്ലെന്നും വത്തിക്കാൻ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാർ റാഫേൽ തട്ടിലിന്, മേജർ ആർച്ച് ബിഷപ്പിന് തൽക്കാലം പാത്രിയാർക്കി സ്ഥാനമില്ല. മാർ ജോർജ് ആലഞ്ചേരി വിരമിച്ചു പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് തൽക്കാലം കൊടുക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇനി കാര്യവുമില്ല. അദ്ദേഹം എല്ലാത്തിൽ നിന്നും പരിപൂർണമായി വിട്ടു നിൽക്കുകയാണ്. ഇനി അടുത്ത ശക്തരായൊരു മേജർ ആർച്ച് ബിഷപ്പ് വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാമെന്നാണ് വത്തിക്കാന്റെ നിലപാട്. അതുതന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ നിലപാട്. മറ്റൊരു ശക്തനായ കരുത്തനായ സഭാ വിശ്വാസിയായ സഭാ മക്കളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന സഭാ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തെഴുതി ആവശ്യപ്പെട്ടത് അതുപോലെ നടപ്പാക്കാൻ മനസ്സുകൊണ്ട് പ്രതിബദ്ധതയുള്ള, ആത്മാർത്ഥതയുള്ള ഒരു കരുത്തനായ ഒരു ആർച്ച് ബിഷപ്പ് വരട്ടെ. അപ്പോൾ നോക്കാം നമുക്ക് പാത്രിയാർക്കി സ്ഥാനം കൊടുക്കാമോ വേണ്ടയോ.